ഇഷാന ഡിസൈൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ കഴിഞ്ഞ വീഡിയോയിൽ കട്ട് ചെയ്ത് വെച്ച നൈറ്റിയുടെ സ്റ്റിച്ചിങ് പാർട്ടാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ യോക്ക് ഭാഗം ഫ്രണ്ട് ഡിസൈൻ ചെയ്യുകയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ യോക്ക് ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തായിരുന്നു കട്ടിങ് വീഡിയോയിൽ. പക്ഷേ അത് നമുക്ക് തികയത്തില്ല, കാരണം തയ്യൽ തുമ്പൊക്കെ പോയി കഴിയപ്പോൾ ആ പീസ് നമുക്ക് തികയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറൊരു പീസിൽ ഇത് ഡിസൈൻ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് തുണി വേസ്റ്റ് ഉണ്ടെങ്കിൽ ആ നൈറ്റി പീസിലുണ്ടെങ്കിൽ അതിൽ നിന്ന് വെട്ടിയെടുക്കാം. അപ്പം മിക്കവാറും 3 മീറ്റർ ആകുമ്പോൾ നമുക്ക് കാണത്തില്ല. അപ്പം നമ്മൾ ഇതേപോലെ അതിനായിട്ട് മാച്ച് ചെയ്യുന്നതിനും റോസ് കളർ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ തുണി എടുത്തത്. അതുമായിട്ട് ചെയ്യുന്ന ഒരു തുണി രണ്ടായിട്ട് മടക്കിയിടണം. എന്നിട്ട് നമുക്കതിൽ ഇനി കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ അളവുകളൊക്കെ ഒന്ന് പറയാം. ഇപ്പോൾ എൻ്റെ നെക്കിൻ്റെ നമുക്ക് ഇതാണ് കേട്ടോ ലൈൻ. ഇവിടെ നിന്നാണ് അളക്കാൻ പോകുന്നത്. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ തൊട്ട് മാർക്ക് ചെയ്യാം. നെക്കിൻ്റെ വിടുത്തെന്ന് പറയുന്നത് ഞാൻ 3 ഇഞ്ചാണ് എടുത്തത്. അപ്പം ഒരു 4 ഇഞ്ച് കുറച്ച് വേണം നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ കേട്ടോ. അപ്പം 2.75 മാർക്ക് ചെയ്താൽ മതി. 3 വേണം, 2.75 മാർക്ക് ചെയ്താൽ മതി. അല്ല പിന്നെ എനിക്ക് 3.25 വേണ്ടത്. അപ്പം ഞാൻ 3 മാർക്ക് ചെയ്തത് കേട്ടോ. അപ്പം നമുക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. കാരണം സ്റ്റിച്ച് ചെയ്ത് വരാം. നമുക്ക് 3.25 വേണം, 4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യണം. അപ്പം 3 ഇഞ്ച് മനസ്സിലാകുന്നുണ്ടോ? 3.25 എനിക്ക് വേണം. 4 ഇഞ്ച് കുറച്ച് 3 ഇഞ്ച് മാർക്ക് ചെയ്തു. നെക്ക് വിട്ടെന്ന് പറയുന്നത് 6 വേണം കേട്ടോ. എനിക്ക് 5.5 മതി. സ്റ്റിച്ച് ചെയ്ത് ഷോൾഡർ ജോയിനിങ് കഴിഞ്ഞിട്ട് 5.5 കിട്ടിക്കുള്ളൂ. അപ്പോൾ 6 ഞാൻ ഇവിടെ എടുക്കുന്നത്. ഇത് നമുക്ക് ഇവിടെ താഴെയും മാർക്ക് ചെയ്യാം. 2, 3. എന്നിട്ട് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് 3 ഇവിടെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഉണ്ട്. നമുക്കിത് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കാം. ഇനി നമുക്ക് ഷേപ്പ് വരയ്ക്കാം. ഇനി നമ്മൾ ഇവിടെ നിന്ന് യോക്ക് ഭാഗം മാർക്ക് ചെയ്യണം. 2 ഇഞ്ച്. 2 ഇഞ്ചാണ് നമുക്ക് യോക്കിൻ്റെ വിട്ത് വേണ്ടത്. എന്നിട്ട് ഈ ഡോട്ട്സുകളൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. യോക്കിൻ്റെ വിട്ത് ഇത്രയും വരും. അപ്പം നമുക്കിതിൽ സ്റ്റിച്ചിങ് കൂടെ 4 ഇഞ്ച്. ഇവിടെ 4 ഇഞ്ച് നമുക്ക് കിട്ടിക്കൂടാ. നമ്മൾ 4 ഇഞ്ച് കുറച്ച് തന്നെയാണ് മാർക്ക്. അപ്പോൾ 4 ഇഞ്ച് ഇവിടെ കിട്ടിക്കും. ഇത് കട്ട് ചെയ്ത് ഇത് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് പോകും. പക്ഷെ നമുക്ക് ഇതിന് ഒരു 1.5 ഇഞ്ചും കൂടി തയ്യൽ തുമ്പിട്ട് വേണം മാർക്ക് ചെയ്യാൻ കേട്ടോ. കാരണം നമുക്ക് താഴെ യോക്കിനെ നമുക്ക് ആ സ്കേർട്ട് ഭാഗത്ത് ജോയിൻ ചെയ്യണ്ടേ. അപ്പോൾ അതിന് നമുക്ക് തയ്യൽ തുമ്പ് വേണം, അല്ലെങ്കിൽ കുറഞ്ഞു പോകും. അപ്പോൾ അതിന് നമ്മൾ ഒരു 1.5 ഇഞ്ചോളം നമ്മൾ കൂടുതലിടണം കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യപ്പോൾ ഇതല്ല കട്ട് ചെയ്യാനുള്ള, ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ലാസ്റ്റ് വരച്ചത് വേണം കട്ട് ചെയ്യാൻ. നമുക്ക് തയ്യൽ തുമ്പൊക്കെ കഴിഞ്ഞിട്ട് കറക്റ്റ് അളവിന് കിട്ടിക്കുള്ളൂ. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾ മാറി ഇതിൽ കട്ട് ചെയ്യരുത്. ഈ ലാസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് അത് വേണം കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇങ്ങനെ കിട്ടും. ഇതുപോലത്തെ ഒരു പീസും കൂടി വേണം കേട്ടോ ലൈനിങ്ങിനായിട്ട്. ഇതുപോലെയാണ് കിട്ടും. അപ്പോൾ തയ്യൽ തുമ്പ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കറക്റ്റ് കിട്ടും. ഇവിടെയും 4 ഇഞ്ച് പോയി, ഇവിടെയൊക്കെ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് കറക്റ്റ് അളവിന് യോക്ക് കിട്ടും. മറ്റേ നമ്മൾ നൈറ്റി പീസ് കട്ട് ചെയ്തതാണെങ്കിൽ തയ്യൽ തുമ്പൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒട്ടും വീതി കാണത്തില്ല. അതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് പിടിപ്പിക്കാനും പറ്റത്തില്ല. വീതി കുറയപ്പോഴത്തേക്ക് ലെന്തും ഒക്കെ കുറയും സ്റ്റിച്ച് ചെയ്യപ്പോൾ സ്കേർട്ട് ഭാഗമായിട്ട്. അപ്പോൾ ഇനി ഇതേപോലുള്ള ഒരു പീസും കൂടി കട്ട് ചെയ്ത്, അപ്പോൾ നമുക്ക് വേറെ പീസായാലും കുഴപ്പമില്ല, നമ്മൾ ലൈനിങ് ആയിട്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ അതും കൂടെ ഞാൻ കാണിക്കാം. കണ്ടോ, ഞാൻ ഒരു പീസും കൂടി കട്ട് ചെയ്തെടുത്തു. ലൈനിങ് നമുക്ക് മെയിൻ പീസിനെക്കാട്ടിലും കുറച്ച് വീതി ഇട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് വരപ്പോഴത്തേക്ക് അളവിൽ വ്യത്യാസം. ഇനി നമുക്ക് ഇവിടുന്ന് 4 ഇഞ്ചിൽ നമ്മൾ വിട്ടേക്കുന്ന കുറച്ചിലെടുത്ത് ആ 4 ഇഞ്ച് ഇവിടെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആ വശം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് ചെറിയ ചെറിയ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ അകത്തോട്ടേക്ക് മറിച്ചിടണം. കണ്ടോ, ഇങ്ങനെ മറിച്ചിടണം. പിന്നെ കട്ട് ചെയ്തിട്ടില്ല ഫുള്ള്, അതുകൊണ്ട് മറിഞ്ഞ് വരത്തില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ വരും. വരപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് പതിച്ചടിക്കണം.
എന്നിട്ട് ഈ ഭാഗം ചേർത്ത് വെച്ചടിക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ? കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മറിച്ചിട്ടതിന് ശേഷം ഈ മുകൾ ഭാഗം ഇങ്ങനെ പതിച്ചെടുക്കും, എങ്കിലേ ഇത് നല്ല ഫിനിഷിംഗ് ആയിട്ട് വരത്തുള്ളൂ. എന്നിട്ട് ഇത് നമുക്ക് ഇതോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇവിടെ പതിച്ചടിച്ചിട്ടുണ്ട്, നമ്മൾ ഇതിലും പതിച്ചടിക്കണം കേട്ടോ. തയ്യൽ തുമ്പ് ഇതിലോട്ട് ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലും പതിച്ചടിക്കണം. തിരിച്ച് അത് ഞാൻ പറയാൻ വിട്ടുപോയി, ഇവിടെയും പതിച്ചടിക്കണം. മനസ്സിലായോ? നമ്മളിങ്ങനെ മറിച്ചിടില്ല. അപ്പോൾ ഈ തയ്യൽ തുമ്പുണ്ടല്ലോ, ഈ തയ്യൽ തുമ്പ് ഈ പീസിലോട്ട് ആക്കി വെച്ചിട്ട് ഇവിടെ ഒന്ന് പതിച്ചടിക്കണം. എന്നിട്ട് വേണം ഈ മുകളിലും കൂടി പതിച്ചടിക്കാൻ. അതിനുശേഷം ഇതിൻ്റെ കൂടെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഇനി നമുക്കിത് ഇതേ അളവിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് സ്കേർട്ട് ഭാഗം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്കേർട്ട് ഭാഗം ഇതുമായിട്ട് ജോയിൻ ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ പ്ലീറ്റ്സ് നമ്മൾ 4 ഇഞ്ച് ഇവിടെ സെൻറ്ററിൽ നിന്ന് 4 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ പ്ലീറ്റ്സിൽ, അതുപോലെ കുറച്ച് പ്ലീറ്റ്സുകൾ നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കും കുറച്ചെടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ വച്ച് നോക്കണം. ഇതിൻ്റെ കറക്റ്റ് ലെവലാവുന്നത് വരെ, ഇതിൽ വച്ച് പിടിപ്പിക്കാനായിട്ടുള്ള കറക്റ്റ് ലെവലാവുന്നത് വരെ പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പ്ലീറ്റ്സ് ഈ സെൻറ്ററിൽ നിന്നും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇത്രയും ഭാഗം വരെ ഞാൻ കുറച്ച് പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വച്ച് നോക്കാം. പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിൻ്റെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇവിടെ തയ്യൽ തുമ്പില്ലേ, ഈ ഭാഗം ഒന്ന് ചെറുതായിട്ട് മടക്കി അടിക്കണം കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മടക്കി അടിക്കണം, എങ്കിലും നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ ഈ സൈഡ് ഫുള്ളായിട്ട് മടക്കി അടിച്ചിട്ട് പോയാൽ അതാ ഇതുപോലെ താഴ്ഭാഗം മടക്കി അടിച്ചിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ അടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് 1/2 ഇഞ്ച് ഇത് മാർക്ക് ചെയ്യണം, തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം. ഇവിടെ നിന്ന് 1/2 ഇഞ്ച്, അങ്ങനെ എല്ലായിടും ഫുൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ പീസിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം. ഞാൻ ഇത് സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സെൻറ്ററും തമ്മിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ തന്നെ ഇത് വയ്ക്കണം കേട്ടോ. എന്നിട്ട് ഇത് വച്ച് നോക്കണം ഫുള്ള്. അപ്പം ഏറ്റക്കുറച്ചിൽ വരികയാണെങ്കിൽ ഒരു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയോ എടുത്തു കൊടുക്കുകയോ വേണം. അപ്പം നമുക്കിവിടെ ഇത് പൊങ്ങിയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പം ഒരു പ്ലീറ്റ്സും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റാവും. ഇതാണ് പൊങ്ങി നിൽക്കുന്നതെങ്കിൽ ഈ പ്ലീറ്റ്സ് ഇളക്കി കൊടുക്കണം. നമ്മളിങ്ങനെ വച്ച് നോക്കുമ്പോൾ ഇങ്ങനെ വച്ച് നോക്കുകയാണ്, ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതുപോലെ ഈ ലെവൽ മാർക്കിൽ തന്നെ വെച്ച് നോക്കണം കേട്ടോ. ഇത് കൂടി നിൽക്കുന്നതാണെങ്കിൽ ഇത് കുറവെന്നല്ലേ അർത്ഥം. അപ്പോൾ 2-3 പ്ലീറ്റ്സ് ഇളക്കി കൊടുക്കണം. അതുപോലെ ഈ സൈഡും നമ്മൾ ഇങ്ങനെ വച്ചിട്ട് നോക്കണം. ഈ ലെവലിൽ തന്നെ ഇങ്ങനെ വെച്ച് നോക്കണം. നമുക്കപ്പോൾ ഇത് കൂടി നിൽക്കണം. അപ്പോൾ ഇവിടെയും 2-3 പ്ലേറ്റ്സ് ഇളക്കി കൊടുക്കണം. അപ്പം കറക്റ്റാവും. അപ്പോൾ നമുക്ക് ഇളക്കിയിട്ട് വെച്ച് നോക്കാം. അപ്പം ഞാൻ ഇളക്കി കൊടുത്തിട്ട് ഈ സെൻറ്ററും തമ്മിൽ ഒരു പിൻ ചെയ്ത് വെച്ചു. എന്നിട്ട് ഇവിടെയും പിൻ ചെയ്ത് വെച്ച് ഇവിടെയും പിൻ ചെയ്യും. 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് വേണം, 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ വരച്ചില്ല, അവിടെ ഇട്ട് വേണം പിൻ ചെയ്യും. എന്നിട്ട് നമ്മളിതിങ്ങനെ വച്ച് നോക്കണം. വച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം, ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമല്ലോ, ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യണം, ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മൾ കുറച്ച് വരെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളിങ്ങനെ പിടിച്ച് നോക്കണം. കറക്റ്റ് അല്ലെങ്കിൽ ഇവിടെ 2 പ്ലീറ്റ്സ് എങ്കിലും ഇളക്കി കൊടുക്കാനുണ്ടെങ്കിൽ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ ഇത് കറക്റ്റാണ്. നമ്മൾ അതേ ലെവലിൽ വെച്ച് വരുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇത് കറക്റ്റാവും. അതുപോലെ ഇതും ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത ആ ലൈനിൽ കൂടി തന്നെ വേണം ഇത് വയ്ക്കാൻ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പിടിച്ച് വരുമ്പോൾ ഇത് കറക്റ്റായി കണ്ടോ. അപ്പോൾ ഇനി ഇതേ ലെവലിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നമുക്ക് വേണമെങ്കിൽ ഇവിടെ സൈഡിലും കൂടെയൊക്കെ ഒരു പിന്ന് വയ്ക്കാം, മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് തെന്നിപ്പോകത്തില്ല. മറ്റേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് തെന്നിപ്പോവും. ഇങ്ങനെ 2-3 അടക്കം കൂടി പിൻ ചെയ്ത് വെച്ചാൽ മതിയാവും. തന്നെ പിൻ ചെയ്ത് ഫുള്ള് പിൻ ചെയ്ത് ഇനി നമുക്ക് ഇതിൽ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഡബിൾ സ്റ്റിച്ച് ഇടണം കേട്ടോ. അപ്പം ഇത് വലിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മളിങ്ങനെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, ഡബിൾ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. നമുക്ക് മറുവശം ഇതുപോലെ വരും കണ്ടോ. ഇവിടെ ഇത്രയും ഗ്യാപ്പ് വേണം, 1/2 ഇഞ്ച്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കീറിപ്പോയി. നിങ്ങൾക്ക് ഇവിടെ ഓവർലോക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓവർലോക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ഇവിടെ ശകലം എടുത്ത് ഹെമ്മിങ് ചെയ്താലും മതി കേട്ടോ. സ്റ്റിച്ച് ചെയ്യരുത്, എങ്കിൽ ഇവിടെ സ്റ്റിച്ച് വീഴും. അപ്പോൾ അതുകൊണ്ട് ഹെമ്മിങ് ചെയ്ത് കൊടുത്താലും മതി. ഓവർലോക്ക് ചെയ്യാൻ പറ്റാത്തവർ, ഓവർലോക്ക് ചെയ്യാൻ മെഷീൻ ഉള്ളവർ ഇവിടെ ഒന്ന് ഓവർലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇത് പിഞ്ച് പോകത്തില്ല, എന്നാലും ഒരു സേഫ്റ്റിക്കായിട്ട് കേട്ടോ.
ഫ്രണ്ട് വശം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതേ പീസിലുള്ള തുണി കിട്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. എനിക്കിപ്പോൾ ഇത് തികയാത്തത് കൊണ്ടാണ് ഞാൻ ഇതെടുത്തത് കേട്ടോ. 320 വാങ്ങിച്ച് ഈ പീസിൽ തന്നെ നമുക്ക് ഇതും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഇത് നമുക്ക് ഫ്രണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് പാർട്ട് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. ഇനിയിപ്പം ബാക്ക് പാർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്ക് പാർട്ടിൽ ഞാൻ ഇപ്പോൾ ആം ഹോൾ ഇങ്ങോട്ടേക്കും നെക്ക് അങ്ങോട്ട് ആവശ്യത്തോട്ട് നിൽക്കുന്ന രീതിയിലാണ് ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്നും നമ്മളിവിടെ എക്സ്ട്രാ കുറച്ച് ലെന്ത് ഇട്ടിരുന്നു, ഓർമ്മയുണ്ട്? നമ്മൾ വീതി 9.5 അല്ലായിരുന്നു നമ്മൾ എടുത്തത്, 13 വരുന്നുണ്ട്. 10.5, 11.5, 12 നമ്മൾ 2 ഇഞ്ചോളം കൂട്ടിയിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഇട്ട് എന്തിനാണെന്ന് പറഞ്ഞു? പ്ലീറ്റ് എടുക്കാനാണെന്ന് പറഞ്ഞു സെൻറ്ററിൽ. അപ്പോൾ അത് നമുക്ക് എടുക്കണമെങ്കിൽ നമുക്കിത് നെക്ക് വച്ചിട്ട് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിനെ ഇവിടെ നിന്നും താഴോട്ടേക്ക് 7.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ നിന്ന് 7.5, ഇങ്ങനെ ഫുൾ നമ്മൾ ഇവിടെ മുകളിൽ നിന്ന് 7.5 മാർക്ക് ചെയ്തിട്ട് ഈ സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ട് ഇത്രയും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം നിങ്ങൾ 9.5-ക്കാണ് ചെസ്റ്റ്, ഇതിപ്പം 10.5-ക്ക് 10.5, 11.5, 12 ഉള്ളവർക്ക് 7.5 മതി. അല്ലാതെ 9, 9 വെച്ചിട്ടുള്ള പിന്നെ വളരെ ചെറിയ നൈറ്റി ആയിട്ടാണ് തയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 6.5 എടുത്താൽ മതി. ഇവിടെ നിന്ന് ഈ 7.5 എന്നുള്ളത് 6.5 ആക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം. ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത്രയും പീസ് വന്നു. ഇതുപോലെ വരും. ഇതിങ്ങനെ സെപ്പറേറ്റ് വരും. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇവിടെ ലൈനിങ് വയ്ക്കാം കേട്ടോ. ഈ ഭാഗത്ത് ലൈനിങ് വയ്ക്കാം. അപ്പോൾ ലൈനിങ് വെച്ച് കുറച്ചുകൂടി കട്ടി കിട്ടും ഈ ഭാഗത്ത്. എന്നിട്ട് നമുക്ക് മെയിൻ ആവശ്യം എന്ന് പറയുന്നത് ഇവിടെ പ്ലീറ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സെൻറ്റർ ഇതാണ്. അപ്പോൾ സെൻറ്റർ ഇതാണ് സെൻറ്റർ കേട്ടോ. ഇവിടെ നിന്നും നമ്മൾ എത്ര ഇഞ്ചാണ് എടുത്തത്? 1 ഇഞ്ചാണ്, 2 ഇഞ്ചാണ് എടുത്തത്. അപ്പം ഇങ്ങോട്ടേക്ക് 2 ഇഞ്ചും ഇങ്ങോട്ടേക്ക് 2 ഇഞ്ചും മാർക്ക് ചെയ്യണം. മനസ്സിലാവുന്നുണ്ട്? നമ്മൾ 2ആയിട്ട് മടക്കിയിട്ടല്ലേ 2 ഇഞ്ച് എടുത്തത്. അപ്പം മൊത്തത്തിൽ നിവർത്തിയിടുമ്പോൾ 4 ഇഞ്ച് കിട്ടും നമുക്ക്, അല്ലേ? നമ്മൾ 2ആയിട്ട് മടക്കിയിട്ടിട്ടാണ് 2 ഇഞ്ച് കൂട്ടിയെടുത്തത്. അപ്പോൾ നിവർത്തിയിടപ്പോൾ നമുക്ക് 4 ഇഞ്ച് വരും. അപ്പോൾ ആ 4 ഇഞ്ച് നമ്മളിവിടെ പ്ലീറ്റായിട്ട് പിടിക്കണം. അപ്പം സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 2 ഇഞ്ചും തിരിച്ചിപ്പുറത്തോട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഈ പ്ലീറ്റ്സ് എടുത്ത് ഇങ്ങനെ വയ്ക്കുക. തിരിച്ച് ഇവിടെ നിന്ന് ഈ പ്ലീറ്റ്സ് എടുത്ത് ഈ സെൻറ്ററിലോട്ടും വയ്ക്കുക. അപ്പോൾ അതിങ്ങനെ വരും. കണ്ടോ, പ്ലേറ്റ്സ് ഇങ്ങനെ വരും. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും എങ്ങനെ. നമ്മൾ നൈറ്റിയൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ബാക്കിൽ പ്ലീറ്റ് കിട്ടുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പ്ലീറ്റ് എടുത്തതിന് ശേഷം കാണിച്ചു തരാം. ഞാൻ എന്താ പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 പ്ലീറ്റ്സ് ഇങ്ങനെ എടുക്കണം. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് നമ്മുടെ യോക്ക് ഭാഗമില്ലേ, ഈ യോക്ക് ഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ കട്ടിക്ക് വേണ്ടിയിട്ട് ലൈനിങ് വയ്ക്കണമെന്ന്, എങ്കിൽ കുറച്ച് ലാസ്റ്റ്. അപ്പോൾ അത് ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ കട്ടിങ് വീതി നീളവും കൂടുതലുള്ളൊരു പീസാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ നെക്ക് ഇവിടെ 4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ നടുക്ക് നമ്മൾ നേരത്തെ ചെയ്തില്ലേ ഫ്രണ്ട് പീസിൽ, അതുപോലെ തന്നെ നെക്ക് ഇങ്ങനെ കട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇത് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. സ്റ്റിച്ച് ചെയ്ത് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ നെക്ക് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്ക് ഇടയ്ക്ക് കട്ട് കൊടുത്തതിന് ശേഷം ഈ പീസിനെ അങ്ങോട്ടേക്ക് മറിച്ചിടാം. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി, നല്ല വശവും ഇതിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് ഇടയ്ക്ക് കട്ട് കൊടുത്തിട്ട് ഇതിനെ മറിച്ചിടുക. അപ്പോൾ നല്ല വശം ഇവിടെ വരും, ഈ നല്ല വശം ഇവിടെ വരും, ഇങ്ങനെ വരും. അപ്പം ഞാൻ അത് എന്നിട്ട് കാണിച്ചു തരാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇങ്ങോട്ടേക്ക് മറിച്ചിടുന്നതിന് മുമ്പ് ഈ തയ്യൽ തുമ്പില്ലേ, ഇത് ഇങ്ങോട്ടേക്ക് ആക്കി വെച്ചിട്ട് ഇങ്ങനെ ചീത്ത വശത്തുള്ള ഈ ലൈനിങ്ങിൽ അതിലോട്ട് ചരിച്ച് വെച്ചിട്ട് ഇവിടെ പതിച്ചടിക്കണം. എന്നിട്ട് വേണം ഇത് ഇങ്ങോട്ടേക്ക് മറിച്ചിടാൻ കേട്ടോ. മറിച്ചിട്ടതിന് ശേഷം നമ്മൾ മറ്റേ ചെയ്തതുപോലെ തന്നെ മറിച്ചിട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ പതിച്ചടിക്കണം. അപ്പോൾ ഈ നെക്ക് കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്ക് ക്രോസ് പീസ് വെച്ച് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഇങ്ങനെ വെച്ചതിന് ശേഷം പതിച്ചടിക്കണേ, ഞാൻ പറഞ്ഞ തയ്യൽ തുമ്പാക്കി വെച്ചിട്ട് അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കൂടി നല്ല വശത്തു കൂടി മുകളിൽ ഇങ്ങനെ പതിച്ചടിക്കുക. മുകളിൽ കൂടി ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പം ഈ നെക്കെല്ലാം നല്ല ഫിനിഷിംഗ് ആയിട്ടിരിക്കും. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനോട് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി ലൈനിങ് കട്ട് ചെയ്ത് കളയുക. ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ ലെവലിൽ ലൈനിങ് കട്ട് ചെയ്തെടുത്തപ്പോൾ ഇങ്ങനെ വരും. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. ഞാൻ ഒരു ചോക്കിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ നമുക്കറിയാമല്ലോ, ഇതാണ് സെൻറ്റർ. പ്ലീറ്റ് എടുത്തതിൻ്റെ സെൻറ്റർ ഇതാണ്.
ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററും കൂടെ തമ്മിൽ ജോയിൻ ചെയ്താൽ മതി. ഇത് തികയത്തില്ല, നിങ്ങൾ വിചാരിക്കും ഇത് ഇതിന് തികയാതല്ല, നമ്മളിങ്ങനെ ആം ഹോളിൻ്റെ അവിടെ വച്ചല്ലേ കട്ട് ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ മറച്ചിട്ട് വരപ്പോൾ കറക്റ്റ് ആയിക്കോളും കേട്ടോ. ഇതും ഇതേപോലെ ഇവിടെ സ്റ്റിച്ച് ചെയ്യുക. ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. എന്താ ഇതിൽ കൂടെ ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് ആം ഹോളാണ് കേട്ടോ. അല്ലാതെ ഇത് തികയാത്തപ്പോൾ നിങ്ങൾ വീണ്ടും പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കരുത്. ഇത് ആം ഹോളാണ്. നമ്മൾ 2 പ്ലീറ്റ്സ് എടുത്ത ശേഷം ഇത് വെച്ച് ജോയിൻ ചെയ്തെടുത്താൽ മതിയാവും. അപ്പം കറക്റ്റ് ആവും. അപ്പോൾ ഇതിൻ്റെ ആം ഹോളാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ തയ്യൽ തുമ്പ് മുകളിലോട്ട് ആക്കി വെച്ചിട്ട് മുണ്ടിൻ്റെ മുകളിൽ പതിച്ചടിച്ചിട്ടുണ്ട്. കണ്ടോ ഇതേപോലെയാണ് പ്ലേറ്റ്സ് വരുന്നത്. കണ്ടോ സെൻറ്ററിൽ 2 പ്ലേറ്റ്സ് വരും. ഇനി നമുക്ക് ഇതും ഫ്രണ്ട് പീസും ബാക്ക് പീസിൻ്റെ ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ നല്ല വശം തമ്മിൽ എടുക്കണം. ഇതിൻ്റെ നല്ല വശവും ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ബാക്ക് പീസ് നല്ല വശവും ചേർത്ത് വെച്ചിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ജോയിൻ ചെയ്യും. അതിനുശേഷം രണ്ട് സ്റ്റിച്ച് ഇടണം കേട്ടോ. അതിനുശേഷം നമുക്ക് സ്ലീവും കൂടി ജോയിൻ ചെയ്യണം. അപ്പോൾ സ്ലീവ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്ത് കട്ട് ചെയ്യുന്നത് കാണിച്ചു തന്നായിരുന്നു. എന്നിട്ട് ഇനി സ്ലീവ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വെച്ച് സെൻറ്ററിൽ വന്ന് ഇതിൻ്റെ സെൻറ്ററും സ്ലീവിൻ്റെ സെൻറ്ററും ഷോൾഡറിൻ്റെ സെൻറ്ററും നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുക. തിരിച്ച് ഇവിടെ നിന്ന് വീണ്ടും വന്നിട്ട് തിരിച്ച് ബാക്കിലോട്ട് പോയി അവിടെ തിരിച്ച് വീണ്ടും വന്ന് കെട്ടിട്ട് നിർത്തുക. ഈ സൈഡും അതുപോലെ തന്നെ ചെയ്യുക. സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തയ്ക്കണം. തിരിച്ച് ഇവിടെ നിന്ന് വീണ്ടും സെൻറ്ററിൽ എത്തിയിട്ട് തിരിച്ച് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് ഇവിടെ ഇറങ്ങണം. അവിടെ നിന്ന് വീണ്ടും തിരിച്ച് വന്ന് സെൻറ്ററിലിട്ട് കെട്ടിട്ട് നിർത്തണം. അപ്പം ഇത് ഞാൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, അതായത് ഷോൾഡറും സ്ലീവും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. ഞാൻ സ്ലീവ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ എന്നിട്ട് മുകളിൽ പതിച്ചടിച്ചിട്ടുണ്ട്. തയ്യൽ തുമ്പ് സ്ലീവിൻ്റെ അങ്ങോട്ടേക്ക് ചേർത്ത് വെച്ചിട്ട് പതിച്ചടിച്ചിട്ടുണ്ട്. ഇതും ഈ സൈഡും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇവിടെ ട്രേസിൽ തയ്ച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കളറിലുള്ള പിന്നെ ഡോരിയും പിന്നെ ഈ കളറിലുള്ള ഇതുമാണ് ബോയുമാണ് വെച്ചിട്ടുള്ളത്. കണ്ടോ ഇനി നമുക്കൊരു ബട്ടൺസ് കൂടെ വെച്ച് കൊടുക്കണം. അത് വേണമെങ്കിൽ വെച്ചാൽ മതി, വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കിതിൻ്റെ സൈഡൊന്ന് കൂട്ടിയടിക്കണം. അപ്പോൾ അതിന് നമ്മൾ ഇവിടെ കൈ വെച്ചിട്ട് നമ്മൾ 7.5 8 എടുത്തത്. 7.5 മതി നമുക്ക്. അപ്പോൾ 7.5 ഇവിടെ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇവിടെ നമ്മൾ 1/2 ഇഞ്ചാണ് കൂടുതൽ ഇട്ടിട്ടുള്ളത്. ആ 1/2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങ് അടിച്ച് പോകുന്നാൽ മതി. ഷേപ്പൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് പ്ലീറ്റഡ് നൈറ്റി ആയത് കൊണ്ടോ. 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് സൈഡ് മൊത്തം കൂട്ടിയാൽ മതി. അപ്പം ഞാൻ എന്നിട്ട് താഴ്ഭാഗം നമ്മൾ മടക്കി അടിക്കണം. ലെങ്ത് ഞാനിപ്പോൾ ഫുൾ ലെങ്ത് ഇടുകയാണ്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി എടുത്തിട്ട് ബാക്കി വെട്ടിക്കളയുക. എന്നിട്ട് ആദ്യം 1/2 ഇഞ്ച് മടക്കണം, പിന്നെ 1/2 ഇഞ്ച് അങ്ങനെ മടക്കി അടിക്കുക. സൈഡ് കൂട്ടിയിട്ട് മടക്കി അടിക്കാവും. ഇപ്പം നിങ്ങൾ ആദ്യമേ ഇതിൻ്റെ ലെങ്ത് വെട്ടിക്കളയരുത് കേട്ടോ. കാരണം നമ്മളിതൊക്കെ ഈ എക്സ്ട്രാ ഫിറ്റിങ്സൊക്കെ ചെയ്യുന്നതുകൊണ്ട് അത് വ്യത്യാസം വരും. അതുകൊണ്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രമേ ലെങ്ത് അളന്നിട്ട് വെട്ടാവൂ. അല്ലെങ്കിൽ ലെങ്ത് നമ്മൾ വിചാരിക്കുന്ന ലെങ്ത് നമുക്ക് അവസാനം കിട്ടത്തില്ല. ഞാൻ ഇതെല്ലാം ഫുള്ള് കംപ്ലീറ്റ് ആയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. കേട്ടോ നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക്. ഞാൻ അയൺ ചെയ്തിട്ടില്ല. ഇത് കസ്റ്റമർ കൊടുക്കാൻ നേരത്ത് ഞാൻ അയൺ ചെയ്യും. ഞാൻ ഇത് വീഡിയോ വേണ്ടിയിട്ട് പെട്ടെന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അയൺ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക്. നമ്മളിത് വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, പിന്നെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഡിസൈൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.